ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. 28 വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള ഡേറ്റ്. ദെൻ 29 പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് പ്രൊഫഷണലായിരിക്കും. സോ 29 നിങ്ങൾ പ്രൊഫഷണൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 99% പ്രൊഫഷണലിൽ വരുന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോഴ്സ്. ദെൻ 29 പ്രൊഫഷണൽ വരും. 30 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒഫീഷ്യലായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് 30 പബ്ലിഷ് ചെയ്യും. ദെൻ 31 തൊട്ട് 4 വരെയാണ് നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജിൽ ഡയറക്റ്റ് ചെന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എല്ലാം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ആ ഡോക്യുമെൻറ്റ്സ് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സോ 29 പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ്, 30 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒഫീഷ്യലായിട്ട് വരും. 31 to 4 മണി വരെ, 4 മണി വരെ അല്ല, 31 to 4 മണി വരെ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. സോ ഇപ്പോൾ കുസാറ്റിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നവർ ഏതാണ് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി കുസാറ്റിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് കീമിലാണ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് പോകാവുന്നതാണ്. സോ പിന്നെ കുസാറ്റിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഓഗസ്റ്റ് 11 മുൻപ് നിങ്ങൾ കോഴ്സ് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഫീ റീഫണ്ട് കിട്ടത്തുള്ളൂ. എന്തായാലും അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഓഗസ്റ്റ് 11 മുന്നേ ക്യാൻസൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് റീഫണ്ടായിട്ട് നിങ്ങൾ അടച്ച ഫീസ് റീഫണ്ടായിട്ട് കിട്ടത്തുള്ളൂ. സോ പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ കരുതുക. അവിടെ PTA ഫണ്ട് അത് ഇതെന്നും പറഞ്ഞ് ഒരുപാട് എങ്ങനെ പോലും ഒരു മാക്സിമം ഒരു 10-30,000 രൂപ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അത്രയൊന്നും ആവത്തില്ല എങ്കിലും അത്രയൊക്കെ കയ്യിൽ കരുതുക. അഡ്മിഷൻ സമയത്ത് കുറച്ച് ഫീസ് അധികം ആവാൻ സാധ്യത ഉണ്ട്. സോ ഇതൊക്കെ അറിയാത്ത നിങ്ങളെ കീമിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിനും വെയിറ്റ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.